സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം മാറ്റി. സമരപരിപാടി ഒരാഴ്ചത്തേക്കാണ് മാറ്റിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാർ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് KGMCTA പ്രതികരിച്ചു. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പോസിറ്റീവായിരുന്നു. അപ്പോൾ അതനുസരിച്ചൊരു തീരുമാനം, സമരം മാറ്റിവെക്കാനുള്ള തീരുമാനമെടുക്കുന്നു. പക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം, അങ്ങനെയല്ലേ? ശ്രുതി, ഹരിപ്രിയ, ഇന്ന് 7 മണിക്കാണ് ധനമന്ത്രിയുമായിട്ട് ഈ KGMCTA സംസ്ഥാന നേതൃത്വം ചർച്ച നടത്തിയത്. ആ ചർച്ച വളരെ പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. നിലവിൽ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരാഴ്ചത്തെ സമയമാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് ഇന്നിപ്പോൾ ധനമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ നടന്ന ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ അതിനുശേഷം സെൻട്രൽ എക്സിക്യൂട്ടീവ് കൂടിയതിനു ശേഷമാണ് നിലവിൽ ഈ തീരുമാനത്തിൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. നാളെ നടത്താനിരുന്ന OP ബഹിഷ്കരണം, അതുപോലെ തന്നെ അധ്യാപന ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് അത് നീട്ടിവച്ചിരിക്കുകയാണ്. ഇനി സർക്കാർ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നിലവിൽ ഈ നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എങ്കിൽ അടുത്ത 19-ാം തീയതി സെക്രട്ടേറിയറ്റ് ധർണ അടക്കമുള്ളവ KGMCയുടെ മുന്നിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നിലവിൽ സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ശമ്പള പരിഷ്കരണ കുടിശ്ശിക തന്നെയാണ്. അതിൽ ഇപ്പോൾ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. DA കുടിശ്ശിക ഇന്നും നടന്ന ചർച്ചയിലും യാതൊരുവിധ അനുകൂലമായിട്ടുള്ള സമീപനവും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനപ്പുറം ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യത്തിലൊക്കെയും ഒരാഴ്ചക്കുള്ളിൽ പരിഹാരം കാണുമെന്നുള്ളതാണ് ധനവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കൂട്ടത്തിൽ ഡോക്ടർമാരെ സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. തസ്തിക സൃഷ്ടിക്കാതെ പുതിയ മെഡിക്കൽ കോളേജുകൾ വന്ന സ്ഥിതിക്ക് ആ സ്ഥലങ്ങളിലൊക്കെയും ഡോക്ടർമാരെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിലൊക്കെയും പരിഹാരം കാണുമെന്നുള്ളൊരു ഉറപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ KGMCTA ഈ സമരം ഒരാഴ്ചത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നത്. അതിൽ അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും അനിശ്ചിതകാല ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ KGMCTA നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ശ്രുതി, ഹരിപ്രിയ. അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സമരം പരിപാടി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.